ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്കൂടെ സുഖം തന്നെയാണ്. അപ്പോഴേ ഇന്ന് രാവിലെ എണീക്കാനൊന്നും അറിഞ്ഞില്ല കേട്ടോ. കള്ളത്തരം കാട്ടി ഒന്ന് കിടന്നു പോയി, ഉറങ്ങിപ്പോയി. അലാറം ഓഫാക്കി കിടന്നു പോയി, ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നേരം വഴുകി. അപ്പോൾ പെട്ടെന്ന് തട്ടിപ്പടിഞ്ഞ് നീച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വേഗം മുറ്റടിച്ചു, അകടിച്ചു, തുടച്ചു, എല്ലാം വാരലും ഒരിക്കലൊക്കെ കഴിഞ്ഞ് വേഗം അലക്കി കുളിക്കട്ടെ. കുളി കഴിഞ്ഞിട്ട് വേണം ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ. കുഞ്ഞായൊക്കെ വെട്ടാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ല മഴ വരുന്നുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. പെയ്ത അലക്കലൊന്നും തോട്ടിൽ നടക്കൂല. ഇന്ന് തോട്ടിൽ കുറച്ച് വെള്ളം കുറവാണ് കേട്ടോ. കാരണം ഇപ്പോൾ മഴ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പുഴയിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് തോട്ടിലും വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ അതാ കുട്ടികളും അവരിവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകലും വരലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ എന്ത് ചെയ്തിരുന്നു, അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തേത് ഇന്ന് അലക്കുകയാണ്. പിന്നെ നമ്മൾ അഴിച്ചു വെക്കണതൊക്കെ ഇന്ന് തന്നെ അലക്കും കേട്ടോ. എന്നിട്ടാണ് കുളിക്കുക. കുളിക്കൽ ബാത്റൂമിൽ നിന്നാണ് കേട്ടോ കുളിക്കുക. തോട്ടിൽ നിന്ന് അലക്കിയാലും അങ്ങനെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളെ പാഷൻ ഫ്രൂട്ടിനൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. ഞാൻ എന്തായാലും വിളിച്ചവർക്കൊക്കെ കൊടുക്കും. കുറേ ദൂരത്തു നിന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. കാരണം അവിടുന്ന് അവരിങ്ങോട്ട് ഇവിടെ വന്ന് പാഷൻ ഫ്രൂട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും അവർക്ക് അവിടെ ഒരുപാട് പാഷൻ ഫ്രൂട്ട് വാങ്ങാം. അപ്പോൾ അവർ പറയുന്നത് അവിടെ പാഷൻ ഫ്രൂട്ട് ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് വാങ്ങുന്നത്. കൗണ്ടിൻ്റെ കുറവ് കൊണ്ടാണ് പിന്നെ ഡോക്ടർ പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ വേഗം ഓടി വന്ന് തീ പിടിപ്പിച്ച് കത്തിപ്പിടിച്ച് അരി കഴുകി. അരി ഇട്ടാൽ പിന്നെ നമ്മൾ കലത്തിൻ്റെ അടിയിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് പറയാം, പാഷൻ ഫ്രൂട്ട് നമ്മൾ കൊടുക്കും കേട്ടോ, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ പിന്നെ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് കാസർഗോഡ് നിന്ന് ആ താത്തയും കാക്കയും പിന്നെ വന്നിരുന്നു. അവർ പിന്നെയും കുറച്ച് മാങ്ങ കൊണ്ടുവന്ന് തന്നു. അവർ കുറച്ച് റംബുട്ടാൻ ഇവിടുന്ന് കൊണ്ടുപോയി. പിന്നെന്താ വർത്താനം. അപ്പോൾ പാഷൻ ഫ്രൂട്ട് പഴുത്തിട്ട് അവരും വരണ്ടെന്ന് പറഞ്ഞിരിക്കണ്. അപ്പോൾ അതൊന്ന് ശീയപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരി കുതിർത്ത് അരച്ച് പാത്രത്തിൽ പാർന്ന് വെള്ളം കൂട്ടി ഉപ്പൊക്കെ കലക്കി വെച്ചാൽ നമുക്ക് ചോറും കൂട്ടാനും ഒക്കെ ആയതിനു ശേഷം ലാസ്റ്റ് അപ്പം ചുടണം. അപ്പോൾ അതാ പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ അപ്പം ചുടാൻ വേണ്ടി വെള്ളം കൂട്ടി വെക്കുകയാണ്. അപ്പോൾ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കണം കേട്ടോ ചീയപ്പം ചുടാൻ, എന്നാലേ അപ്പം നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉപ്പൊക്കെ ഇട്ട് അപ്പത്തിന് കലക്കി മാവ് കൂട്ടി വെക്കുകയാണ്. അപ്പത്തിന് ഇത് നമ്മളെ ചോറ് വെന്ത് ഊറ്റണം, എന്നിട്ട് കൂട്ടാനുണ്ടാക്കണം. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചക്കക്കുരുവാണ് കേട്ടോ. കുഞ്ഞാണിയൊക്കെ ഇവിടെ നിന്ന് അറിയില്ല, ചക്ക കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുരു ഭയങ്കര ടേസ്റ്റുള്ളൊരു കുരുവാണ് കേട്ടോ. ഒരു വലിയ കുരു, ഒരു മഞ്ഞയും വെള്ളയും കൂടി കലർന്നിട്ടുള്ളൊരു കുരുവാണ് കേട്ടോ. അപ്പോൾ ആ ചക്കക്കുരും കറുമൂസയും കുമ്പളങ്ങ കഷ്ണമൊക്കെ പാടിട്ടിട്ട് വേണം ഞമ്മക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ചക്കക്കുരു കേട്ടോ. കറുമൂസയുണ്ട്, കുമ്പളങ്ങയുണ്ട്. ഈ കുമ്പളങ്ങ എനിക്ക് എൻ്റെ ടീച്ചർ തന്നതാണ് കേട്ടോ. വലിയൊരു കഷ്ണം തന്നിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തതാണ്. അപ്പോൾ ചോറ് അരി വെന്ത്. അപ്പോൾ എന്നോട് ചിലവരൊക്കെ പറയും, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ചോറ് എങ്ങനെയടി വേവ്, അരിയല്ലേ വേവ് പറയും. ചോറ് എന്ത് പറയുമ്പോഴേ. അപ്പോൾ അരി വെന്ത് ചോറ് ഊറ്റിയിട്ടോ ഞാൻ. ഇത് ഊറ്റിയിട്ട് വേണം ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളെ ഈ നാടൻ രീതിയിലുള്ള കുക്കിങ്ങൊക്കെ ആര് കാണാനല്ലേ? ഇഷ്ടമുണ്ടോ എന്തൊന്നും എനിക്കറിയില്ല. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള കുക്കിങ്ങൊക്കെ അല്ലേ. ഇപ്പോൾ ഒക്കെ ഫാസ്റ്റ് ഫുഡ് അതുപോലെയുള്ള അടിപൊളി ഫുഡുകളൊക്കെ അല്ലേ ഈ നാടൻ ഫുഡ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ ഇത്രയും ചോറില്ലേ? ഇത്രയും ചോറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ. എനിക്കും കുഞ്ഞാണിയാക്കാക്കും മാത്രമല്ല വേറെ രണ്ടാൾക്കും കൂടി ഇവിടെ നിന്ന് ചോറ് വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ചോറ് വെക്കുന്നത്. അപ്പം ഇന്ന് വെക്കണ കറി ഒരുക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ്. കുഞ്ഞാണിയാക്കാനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറിനൊക്കെ വരും. അപ്പം ഇന്നലെ വിളിച്ചിരുന്നു രണ്ടാളും വരും. അപ്പം ഞാൻ പോണീലിടക്ക് ഉള്ള കൂട്ടാനെന്താ ചോറെന്താ ഉള്ള നമ്മൾക്കൊക്കെ വെക്കണ കറി അത് രണ്ട് കുഞ്ഞിക്കൈയിൽ കൂടുതലുണ്ടാക്കും. അത് അവർക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ്. പിന്നെ എന്താ പറയുക, കോട്ടപ്പുഴയ്ക്ക് കനാലിൽ ചാടി കുളിക്കാൻ. അപ്പോൾ നമുക്ക് അവർ വരുന്നുണ്ട് വിചാരിച്ച് നമ്മൾ ബിരിയാണിയോ അതുപോലെയുള്ള ചിക്കനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണില്ല. നമ്മളെന്താണോ ചോറും കൂട്ടാനോ അത് അവർക്കും കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, കുറേ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ പിന്നെ എന്താ പറയുക, ഈ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയോ ഇല്ലല്ലോ എന്ന് ബിരിയാണിയൊക്കെ വെക്കാൻ. പിന്നെ കഴിഞ്ഞാലും നമ്മൾ ഇന്നും രാവിലെ അംഗൻവാടിക്ക് പോവുകയാണ്, നമുക്ക് ബിരിയാണി ചോറ് ഉണ്ടാക്കി നിന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ പാടിട്ടൊരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റി കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ മുറിച്ച് വെള്ളത്തിലിട്ട് മൺകലത്തിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിങ്ങാണ്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു നാടൻ ചാറാണ് കേട്ടോ. ഇതിലേക്ക് 2 നാക്ക് നാളികേരവും
ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് പുളിയൊക്കെ പറന്നിട്ട് ഒരു കൂട്ടാൻ. അപ്പോൾ ഈ കറി ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും കേട്ടോ. പക്ഷെ സാധാരണ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ ചോർക്ക് ഇങ്ങനത്തെ കറി ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം കേട്ടോ, നല്ല രസമുണ്ട് എന്ത് ഉണ്ടാക്കിയാലും. ഒരു താളിപ്പ് ഉണ്ടാക്കിയാലും രസമാണെന്ന് പറയട്ടോ. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണോ ആ കറി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിട്ട് പറയണമെന്ന് അറിയില്ല. ആരായാലും ഇവിടെ എന്തൊരു ചമ്മന്തി ആണെങ്കിൽ പോലും കഴിച്ചാൽ അതിനൊരുപാട് എന്നോട് പറയും രസമുണ്ട്, താങ്ക്സ്, ഇതെന്തൊക്കെ ചേരുവകളാണ് ഇതിലിട്ടത്, അങ്ങനെയൊക്കെ പറയട്ടെ എനിക്ക്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ വെച്ച കറി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ ഞാൻ കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ച് ചക്കക്കുരു ഞാൻ കുക്കറിൽ വേവിച്ചിങ്ങാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചേന കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ, അതും ഞാൻ കുക്കറിൽ ആദ്യം വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചേന കഷ്ണം അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ചേന അഥവാ ഇതാണ് അടുപ്പിൽ വെച്ചാൽ മാറാലല്ല വെണ്ണീർ ഇങ്ങനെ പാറും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുപ്പത്ത് കുക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസം തന്നെയുണ്ട്. പിന്നെ ഈ നല്ല തണുപ്പും മഴയുള്ള ടൈമിൽ അടുപ്പത്ത് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്. കാരണം ആ ചൂടത്ത് ഇങ്ങനെ നിൽക്കാമല്ലോ, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അതായത് വെന്തിട്ട് അതിൻ്റെ മുന്നേ ഞാൻ ചേന കഷ്ണം കുറച്ച് കുക്കറിൽ വേവിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചേന നല്ലോണം വെന്തിട്ടൊന്നുമില്ല, നല്ലോണം വേവാത്ത ചേനയാണ്. ഇനി നമുക്ക് ചക്കക്കുരുവും തന്നെ കുക്കറിൽ വേവിച്ചത് അതിൽ ഇട്ട് കൊടുക്കുക. ചക്കക്കുരും ചേന ഞാൻ ഒന്നിച്ച് വെച്ചില്ല. കാരണം എന്താ പറയുക, ചക്കക്കുരു വെന്ത് തുടങ്ങി. അപ്പോൾ ഒരു സാധാരണ ഒരു ചാറ്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ അന്നങ്ങോട്ട് കടുക് പൊട്ടിച്ചാൽ പുളിയും പാർന്ന് 2 നാക്ക് നാളികേരം അരച്ചാൽ, നാളികേരം അരക്കണം എന്നില്ല കേട്ടോ, നാളികേരം അരച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റാണ്. നമ്മളെ ചക്കക്കുരു കുക്കറിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ എന്തിരിക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഒറ്റ വിസിലേ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കറി ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈനൊക്കെ ഈ മഴക്കാലത്ത് കത്താൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതാ കൂട്ടുകാരെ, തീ ഇങ്ങോട്ട് കത്തണ്ടേ. അപ്പോൾ നമ്മളെ ചക്കക്കുരു ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ചക്കക്കുരുവിന് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ, ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വിരുന്നുകാർ വരുന്നുണ്ട്, വിരുന്നുകാരൊന്നുമല്ല കേട്ടോ, അവർ പോവും ചോറ് കഴിച്ചാൽ. കുറച്ച് പുളി കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. കുമ്പളങ്ങയും ചേനക്കഷ്ണവും കറുമൂസ ഞാൻ എടുത്തില്ല കേട്ടോ, കുമ്പളങ്ങയും എടുത്തത്, കറുമൂസ അടയ്ക്കേണ്ട, അത് ഉപ്പേരിയൊക്കെ അരച്ച്. കുമ്പളങ്ങയും ചേനക്കഷ്ണവും ചക്കക്കുരും പച്ചമുളകും കീറിയിട്ട് ഉപ്പിട്ട് പുളിവെള്ളവും പറന്നു മുളകും പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് ഇതാ വേവിക്കുകയാണ്. കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം അരച്ച് അല്ലാതെ നാളികേരം അരച്ച് പാരാതെ കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. ചോർക്ക് ഇത് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചക്കക്കുരും കുമ്പളങ്ങയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കറിയാണല്ലോ അല്ലേ. ഇപ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഇറച്ചി മീനുമില്ലാതെ ചോറൊന്നും കഴിയല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കേട്ടോ ഇറച്ചി മീനൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ അതാ നാളികേരം നമ്മൾ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാളികേരമുള്ളത് കേട്ടോ, നാളികേരത്തിനൊക്കെ ഇപ്പം എന്താ വില അല്ലേ. നമുക്ക് ഇവിടെ തെങ്ങൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നാളികേരമൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വേണം കേട്ടോ കടയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ അരക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കടുകും കറിവേപ്പിലയും തൂമിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കറി നല്ലോണം ഇളക്കി നമ്മളെ കറി റെഡി ആയിക്കണം കേട്ടോ. പുക ഇങ്ങനെ പാളിയിട്ടിട്ട് വയ്യ. അപ്പോൾ കറി റെഡിയായി കൂട്ടുകാരെ. അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരൊറ്റ അടുപ്പുണ്ട് ഞാനുണ്ട്. അപ്പോൾ ഇതാ കറി വാങ്ങി വെച്ച് വെന്താലും മൺകലത്തിൻ്റെ ഒരു പവർ കണ്ടില്ലേ, വാങ്ങി വെച്ചാലും അതങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. ഇനി അപ്പം ചുട്ടാൽ നമ്മളെ പണി തീർന്നിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തൊക്കെ അതിൻ്റെ സമയം പോവും, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരും ഇനിയും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനൊക്കെ അമർത്തി ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാനിതിൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.